ഇക്കാര്യത്തിൽ ഞങ്ങൾ ഇപ്പോഴത്തെ തീരുമാനം അടുത്ത തുടർന്നുള്ള പ്രവർത്തനത്തിൽ UDF-ന്റെ ജില്ലാ ഘടകവുമായി മുസ്ലിം ലീഗ് ബന്ധപ്പെടുന്നതിൽ നിന്നും തൽക്കാലം മാറി നിൽക്കാനാണ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനമെന്ന് അറിയിച്ചത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ജില്ലയുടെ ചരിത്രത്തിലാദ്യമായി മുസ്ലിം ലീഗ് പാർട്ടിയോട് കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വം കാണിച്ച വഞ്ചന അത് വളരെ പ്രതിഷേധാർഹമാണ്. ഇവിടെ MD തോമസ് മുതലുള്ള കുറ്റിയാനിക്ക് ശേഷം MD തോമസ് മുതലുള്ള DCC നേതൃത്വവുമായി ബന്ധമുള്ള ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ആദ്യമായാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും വളരെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇത്ര നിരുത്തരവാദപരമായി പെരുമാറിയത്. ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൻ്റെ കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് ശേഷം ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF ചേർന്നപ്പോൾ അന്ന് മുസ്ലിം ലീഗിന് 6ഉം കോൺഗ്രസിന് 5ഉം അതാണ് സീറ്റ് നില. കേരള കോൺഗ്രസിന് അന്ന് 2-3 പക്ഷെ അന്ന് ഞങ്ങൾ UDF ചർച്ച ചെയ്തപ്പോൾ പരിണതപ്രജ്ഞനായ ഒരു ലീഡറും UDF-ന്റെ പ്രഗത്ഭനായ ഒരു ലീഡറുമായ ശ്രീ PJ ജോസഫ് അദ്ദേഹം UDF യോഗത്തിൽ റിക്വസ്റ്റ് വെച്ചത് പാലാ പ്രത്യേകിച്ച് അന്ന് കേരള കോൺഗ്രസ് 2ആയി നിൽക്കുന്ന ഒരവസ്ഥയായതുകൊണ്ട് അവിടെ കേരള കോൺഗ്രസ് ഭരിക്കുന്നത് തൊടുപുഴ കേരള കോൺഗ്രസ് ജെയ്ക്ക് ആദ്യത്തെ ഒരു വർഷം അനുവദിച്ചു നൽകണം എന്ന റിക്വസ്റ്റ് നടത്തി. അപ്പോൾ സ്വാഭാവികമായി ഞങ്ങൾ കൂടിയാലോചിച്ചപ്പോൾ ലീഗിൻ്റെ 6 പേര് നിൽക്കുമ്പോൾ 2 അംഗങ്ങളുള്ള കേരള കോൺഗ്രസിന് ചെയർമാൻഷിപ്പ് കൊടുക്കുക എന്നത് ലീഗിനെ പോലെ അത്ര രാഷ്ട്രീയ മാന്യത കാണിക്കുന്ന കക്ഷി വേറെ ഇല്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. അത് അനുവദിച്ചതിന് ശേഷം പിന്നീടുണ്ടായ രാഷ്ട്രീയം ഞാൻ നിങ്ങളോട് പറയുന്നില്ല, അത് ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ലീഗിന് അർഹതപ്പെട്ട ചെയർമാൻഷിപ്പാണ് എന്ന് പറയുന്നതിനാണ് ഇത്ര ചൂണ്ടിക്കാണിച്ചത്. പിന്നീട് വിമതനായ കോൺഗ്രസ്സുകാരൻ അപ്പുറത്തു ചേർന്നപ്പോഴാണ് കോൺഗ്രസ് പാർട്ടിക്ക് 6 ഇത്തവണ തെരഞ്ഞെടുപ്പ് ശേഷം മുസ്ലിം ലീഗിൽ നിന്ന് തന്നെ ഒരു അംഗം അങ്ങോട്ടേക്ക് കാലുവാരിപ്പോയി. അതിന് പകരം നടന്ന നമ്മൾ അവരെ കോടതി മുഖാന്തരം അസാധുവാക്കിയതിനു ശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സീറ്റ് തിരിച്ചു നേടി. അപ്പോൾ ഇപ്പോഴും ലീഗിൻ്റേതാണ് ഔദ്യോഗികമായി UDF-ലെ ഏറ്റവും വലിയ കക്ഷി. അതാണ് UDF-ലെ ഇപ്പോഴും UDF-ലെ ഔദ്യോഗികമായ 6 പേര് എന്ന് പറയുന്നത് ലീഗാണ്. അപ്പോൾ ചർച്ച തുടങ്ങി. ചർച്ചയ്ക്ക് ലീഗ് ഇത് ആവശ്യപ്പെട്ടുള്ളൂ. 15 മാസമുണ്ട് അതിൻ്റെ ആദ്യത്തെ ടൈം. അതാണ് ആ ആദ്യത്തെ ടൈം തരിക. രണ്ടാമത്തെ ടൈം ലീഗിന് യാതൊരു വിദ്വേഷം. ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, മുസ്ലിം ലീഗ് വിട്ടുചൊയ്ച്ച ചെയ്യുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിനെ ആരും പഠിപ്പിക്കേണ്ട. ആരോ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മുസ്ലിം ലീഗിനെ പറയരുതാത്ത ഭാഷയിൽ പറഞ്ഞു എന്ന് ചില മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ മീഡിയയിൽ കാണാൻ കഴിയും. അതൊക്കെ അവരുടെ നിലവാരത്തിനനുസരിച്ച് പറയുന്നു എന്ന് മാത്രമാണ് ഞാനൊരു ഉത്തരവാദിത്തപ്പെട്ട ആളെന്നുള്ള മറുപടി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കരുതിയത് നിർബന്ധമായി മുസ്ലിം ലീഗ് മേജർ കക്ഷി എന്നുള്ള നിലക്ക് ഇപ്പോൾ ലീഗിന് ചെയർമാൻഷിപ്പ് ആദ്യത്തിന് അർഹതപ്പെട്ടതാണ്. അത് നേരത്തെ ധാരണയുള്ളതാണ്. ആ ധാരണ പൊളിച്ചത് ഞങ്ങളല്ല, കോൺഗ്രസ് പാർട്ടിയാണ്. അതുകൊണ്ടാണ് അവസാന റൗണ്ട് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മുസ്ലിം ലീഗ് LDF-ന് പിന്തുണ കൊടുത്തത്. ഇവിടെ രാഷ്ട്രീയ വഞ്ചന കാണിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ എടുത്ത തീരുമാനം തന്നെ ഇങ്ങനെയാണെങ്കിൽ ഈ UDF-ന്റെ ജില്ലാ സംവിധാനത്തിൽ തൽക്കാലം മുസ്ലിം ലീഗ് വിട്ടുനിൽക്കാനാണ് തീരുമാനം. ഈ വിവരങ്ങൾ അതാത് സമയത്ത് സ്റ്റേറ്റ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് നേതൃത്വം ഇടപെടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇടപെടും, മുസ്ലിം ലീഗ് നേതൃത്വം ഇടപെടും എന്നുള്ള വസ്തുതയാണ്. അപ്പോൾ സ്വാഭാവികമായി ഇനിയുള്ള മുമ്പോട്ടുള്ള പ്രയാണത്തിന് അത് കോൺഗ്രസിൻ്റെ ഭാഗത്തുള്ള തെറ്റ്, ആ തെറ്റ് കോൺഗ്രസ് ബോധ്യപ്പെട്ട് അത് മുസ്ലിം ലീഗിനോട് അതിന് ഉള്ള പരിഹാരം ഉണ്ടാക്കി തരേണ്ടത് അവരാണ്. തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് ഒരുപാട് ചെയർമാൻമാരില്ല, നമുക്കൊക്കെ അറിയാം. തൊടുപുഴ എന്ന് പറയുന്നത് ഇവിടെ PJ ജോസഫിനാണെങ്കിലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനാണെങ്കിലും അവരൊക്കെ ജയിക്കാൻ ഞങ്ങൾക്ക് 45,000-നും 50,000-നും ഇടയിൽ വോട്ട് ഈ നിയോജകമണ്ഡലത്തിലുണ്ട്. അതെല്ലാവർക്കും അറിയുന്നതാണ്. ഒരു ഘട്ടത്തിൽ ശ്രീ PJ ജോസഫ് ഈ മുന്നണിയിലേക്ക് വന്നപ്പോൾ അന്ന് കോൺഗ്രസ് മാറി നിന്നിട്ട് പോലും 25,000 വോട്ടിന് അന്ന് UDF-ന്റെ ആളുകളെ ജയിപ്പിച്ചതിന് പിന്നിൽ മുസ്ലിം ലീഗാണ് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്.
അപ്പോൾ അതേ അവസ്ഥയിൽ തന്നെ പറയുന്നു, ലീഗിൻ്റെ ഒരാളുടെയും മുകളിൽ കെട്ടിയുണ്ടാക്കിയ കൂടല്ല ഇത് സ്വന്തമായി തിണ്ണബലമുണ്ട്. ഞങ്ങൾക്ക് എവിടെയാണോ ശക്തി കുറവ് അവിടെ ഞങ്ങളെ സഹായിച്ചിട്ടില്ല. മുസ്ലിം ലീഗ് ഏണിപ്പൊടി വെച്ച് കൊടുത്തപ്പോൾ പല ആളുകളും ആ ഏണിപ്പൊടികളിലൂടെ ചവിട്ടിക്കേറി അധികാരത്തെത്തി. അല്ലാതെ ലീഗിനെ ആരും ഇങ്ങോട്ടൊന്നും തന്നിട്ടില്ല. തന്നവരാരും കേരള രാഷ്ട്രീയത്തിലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ വലിയ അവകാശവാദമൊന്നും ആരും പറയേണ്ട, എല്ലാവരെയും സഹായിക്കുക എന്നത്. അപ്പോൾ കടന്നു പോകുന്ന വഴിത്താരകളിൽ ഞങ്ങൾ സഹായിക്കുമ്പോൾ ഞങ്ങളെയും സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലീഗിനെ ആരും രാഷ്ട്രീയ പാഠം പഠിപ്പിക്കേണ്ട, അതിൻ്റെ പാരമ്പര്യവും പറയേണ്ട. പറഞ്ഞ ആളുകൾ ആരാണ്? ഞാൻ പറഞ്ഞത് ആ ഉപയോഗിച്ച ഭാഷ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് യോജിച്ചതല്ല. അതേ നാണയത്തിൽ ഒരു പഴയ ആളുകൾ എന്നുള്ളത് അതിൻ്റെ അതേ നാണയത്തിൽ മറുപടി പറയുന്നില്ല. അത് അവരുടെ നിലവാരം മാത്രമാണ് എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഇക്കാര്യത്തിൽ ഞങ്ങൾ ഇപ്പോഴത്തെ തീരുമാനം തുടർന്നുള്ള പ്രവർത്തനത്തിൽ UDFൻ്റെ ജില്ലാ ഘടകവുമായി മുസ്ലിം ലീഗ് ബന്ധപ്പെടുന്നതിൽ നിന്നും തൽക്കാലം മാറി നിൽക്കാനാണ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനമെന്ന് അറിയിച്ചത്.